ഞങ്ങൾ മുഴുവനായിട്ട് ബഹറിൽ ചിത്രീകരിച്ച 2 കൊച്ചു സിനിമകളാണ് സ്റ്റെയിൽമേറ്റ് ആൻഡ് ഫേസസ് ഇൻ ഫേസസ്. അതിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ആർടെക് സിനിമാസിൽ കാണിച്ചു. പ്രശസ്ത സിനിമാക്കാരും ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി അവരെ ഇമോഷണലി വളരെ ടെസ്റ്റായി. ഇനിയും സിനിമകൾ ചെയ്യണമെന്നുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. അപ്പം സിനിമകൾ ചെയ്യാനുള്ള ഒരു വലിയൊരു പ്രോത്സാഹനമായിട്ട് ഇതിനെ ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങൾ ഈ സിനിമ കൊച്ചിയിലും കാണിച്ചായിരുന്നു. അവിടെ നിന്നും ഇതുപോലെ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. പൂർണ്ണമായിട്ടും ബഹറിലുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരൊക്കെ ബഹറിലാണ് ഇതിലെത്തിയത്. അപ്പം ഇതൊരു തുടക്കമാണ്. ബഹറിൽ നിന്നും ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണ് ബഹ്റിനിലെ. അത് കഴിഞ്ഞ 50 വർഷമായിട്ട് ഞങ്ങൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സിനിമകൾ ശ്യാം പ്രസാദിൻ്റെ ഋതു എന്ന സിനിമയിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അതിനുശേഷം 4-5 പടങ്ങൾ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. 10-15 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ആദം ജോളിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാൽ ജോസിൻ്റെ നീലത്താമരയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാവുന്ന കുറച്ച് സിനിമകളിൽ ചെറുതാണെങ്കിലും നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ഇൻറ്റിമസിയോടുകൂടി വേഷം ചെയ്യാൻ സാധിക്കും. ഉള്ള ഫീലിങ്സൊക്കെ നന്നായിട്ട് പുറത്തെടുക്കാനും സാധിക്കും. അത് ഏത് വികാരമായാലും. അപ്പോൾ ഞങ്ങൾ 4 സിനിമകളിൽ ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ കുറേ 12 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്താണോ തീർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ എല്ലാ ആൾക്കാരും പറയാറ് തമാശകൾ, ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെയും കിട്ടും, ഭർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയും കിട്ടും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ താരദമ്പതികൾ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ടാണ് ഞങ്ങളെ ബഹറിൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അതിനൊരു സന്തോഷമുണ്ട്. നല്ലൊരു സിനിമ എല്ലാവരുടെയും മുന്നിൽ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, സന്തോഷം. മുന്നോട്ട് ഒരു ഫീച്ചർ ഫിലിം ചെയ്യണമെന്നുണ്ട്. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മകൽപ്പനകൾ എന്നുള്ളത്. അത് സിനിമയാക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇതൊരു ടെസ്റ്റ് ഡോസ്. ഇത് എഫക്റ്റീവ് ആവുമോ നമുക്കറിയില്ല. നമ്മളവിടെ ബഹ്റിനിൽ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ മലയാള സിനിമയുടെ പഴയ കാലത്ത് അതൊക്കെ മാറി. ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ ഒരു ട്രെൻഡൊക്കെ മാറിയിട്ടില്ലേ. അപ്പോൾ അതിൽ ഇതുപോലുള്ള സിനിമകൾ വന്നാൽ വിജയിക്കുമെന്ന് നല്ല ഭയമുണ്ടായിരുന്നു. അവിടെ ഇത് ഞങ്ങൾ 7 ദിവസം തുടർച്ചയായി ഹൗസ്ഫുള്ളായിട്ട് കളിച്ചു. നല്ല സക്സസ് ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇവിടെ പ്രൊഫഷണൽസിൻ്റെ മുമ്പിലാണ് നമ്മൾ കൊടുന്ന് കാണിക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു എന്താ പറയുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയൊരു റിസപ്ഷനാണ് തന്നത്. സത്യം പറഞ്ഞപ്പോൾ ഒരു ട്രാൻസിലാണ്. എന്താ പറയുക, നമ്മൾ പറക്കുക എന്ന് പറയില്ലേ, സന്തോഷം കൊണ്ട് നിർവൃതി. ഇത്രയും കാലത്തെ ബുദ്ധിമുട്ട് അവിടെ എളുപ്പമല്ല ഒരു സിനിമ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിലെ ആ സിനിമ രാത്രി 12 മണിക്ക് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അതുവരെ അവർക്ക് പേഷ്യൻസ് ഉണ്ടാവും. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വന്ന് ഈ രാത്രി 1 മണിക്കൊക്കെ ഷൂട്ട് ചെയ്ത് പുലർച്ചെ 4-5 മണി വരെ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു ജോലിക്ക് പോയി. അങ്ങനെയുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അത് അത്ര എളുപ്പമല്ല. അതെല്ലാവരും ആരും പെയ്ഡ് ആർട്ടിസ്റ്റ് അല്ല, എല്ലാവരും പാഷൻ്റെ പുറത്ത് മാത്രം വരുന്നവരാണ്. അപ്പോൾ ഇത് ഒരുപാട് കലാകാരന്മാരുടെ പ്രതീക്ഷയാണ്, കൂട്ടായ്മയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ സന്തോഷം പങ്കിടുകയാണ്. ജീവിതമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒത്തിരി ജോലിയുടെ ഭാഗമായിട്ട് അവിടെ കെട്ടിപ്പടുക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ അവിടെയുണ്ട്. അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല, ഇൻഡസ്ട്രിയിലോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷയം. കാരണം ജീവിതത്തിൻ്റെ ഒരു പ്രാരാബ്ദം അവിടെ തളച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും അവിടെയുള്ള കലാകാരന്മാരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ സിനിമാ സംരംഭവും മറ്റേത് കലാപ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു ബ്രിഡ്ജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമാണ്. അത് ഇനിയും മുന്നോട്ട് തുടരാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ.